9 മണി കഴിഞ്ഞപ്പോഴേക്കും സലീമിന്റെ ഒരു ഫോൺ. ഉം. ആ, പ്രസാദ് ഏട്ടനാണോ? അപ്പൊ ഞാൻ പറഞ്ഞു അതെ. രാവിലെ മുതൽ നല്ല തലവേദനയും ജലദോഷമുണ്ട്. ഒരു മരുന്ന് കുറിച്ച് തരണം. അതായത് എന്നെ കളിയാക്കിയതാ. അപ്പൊ ഞാൻ ചിരിച്ചു. അപ്പൊ അത് ഫസ്റ്റ് പുള്ളിയുടെ കോളായിരുന്നു രാവിലെ. ഒരു മരുന്ന് എനിക്ക് കുറിച്ച് തരണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹ്യൂമർ ഏത് സമയത്തും പുള്ളി പറഞ്ഞിട്ട് പുള്ളിയുടെ നിഷ്കളങ്കത പുള്ളി തന്നെ ചിരിക്കും. അത് ശരിയാ. കൊച്ചിൻ ഹനീഫൊക്കെ ഉണ്ട് അത്. NF റീസൺ ഉണ്ട് ഇതൊക്കെ. ഇവരൊക്കെ ഈ വളരെ നിഷ്കളങ്കരായ ആളുകളാ. പറഞ്ഞിട്ട് അവര് തന്നെ ഹ്യൂമർ അവര് തന്നെ ആസ്വദിക്കും എന്നുള്ളതാണ് അവരുടെ ഹ്യൂമർ. അതൊക്കെ ഒരു പ്രത്യേക ഒരു കഥാപാത്രങ്ങൾക്കേ സാധിക്കുകയുള്ളൂ. അതുപോലെ സിനിമകളാണെങ്കിൽ അദ്ദേഹം ചെയ്തു വെച്ച സിനിമകളും ഒരു മേഖലയിൽ ഞാൻ പറയേണ്ട കാര്യമില്ല. കാരണം അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പുള്ളിയുടെ അഭിനയവും പുള്ളിയുടെ ഭരതാവാറിനെ കുറിച്ചൊക്കെ നമ്മൾ ഇങ്ങനെ എല്ലാവരും പറയുന്ന പോലെ പറയേണ്ട കാര്യം. ഞാൻ അല്ലാത്ത മേഖലകളെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷെ നമുക്കൊക്കെ സലീമേട്ടൻ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന ഒത്തിരി കഥാപാത്രങ്ങളാണ്.